E20 പെട്രോൾ വിവാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയ ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ലാൽകുമാർ വിവരങ്ങൾ നൽകും. ലാൽ, ഈ പ്രവർത്തകർ പിരിഞ്ഞുപോയോ? അജിംസ്, ആം ആദ്മി പ്രവർത്തകർ ഇപ്പോഴും ഈ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അവർക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് വിടണം എന്നാണ് അവരുടെ ആവശ്യം. എന്നാൽ പോലീസ് ഈ ഭാഗങ്ങളൊക്കെയും ബാരിക്കേഡ് വെച്ച് ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. മാത്രമല്ല, പ്രതിഷേധക്കാരെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധം നടക്കുന്നത്. ആം ആദ്മിയുടെ നേതൃത്വത്തിൽ അവരുടെ പ്രധാനപ്പെട്ട പെറ്റീഷനുകൾ 2 ലക്ഷത്തിലധികം പെറ്റീഷനുകൾ ഇത്തരത്തിൽ ആം ആദ്മി E20 വിഷയത്തിൽ ശേഖരിച്ചിട്ടുണ്ട്. അവ പ്രധാനമന്ത്രിക്ക് നൽകാൻ അനുവദിക്കണം എന്നാണ് ഇപ്പോൾ ആം ആദ്മി പ്രവർത്തകർ ഇവിടെ ആവശ്യപ്പെട്ടിരുന്നത്. അവർ ആ പെറ്റീഷനുകൾ തലയിലേന്തിക്കൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അതിനിടയിലാണ് ബാരിക്കേഡ് വെച്ചുകൊണ്ട് കേന്ദ്രസേന ഉൾപ്പെടെ ഇവിടെ തടഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ ഈ ബാരിക്കേഡിന് ഇപ്പുറത്തായി പ്രതിഷേധിക്കുകയാണ്. അത്തരത്തിൽ E20ക്കെതിരെയുള്ള പോരാട്ടം കടുപ്പിക്കാൻ തന്നെയാണ് ആം ആദ്മിയുടെ തീരുമാനം. നേരത്തെ അവർ ഒരു സംവാദ പരിപാടി വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ പ്രതിഷേധത്തിന് തുടക്കം കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ നേരിട്ട് അരവിന്ദ് കെജ്രിവാളാണ് 100ഓളം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ മാർച്ചാണ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. ഈ പെറ്റീഷനിൽ അവർ പ്രധാനമായിട്ടും 2 ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ഒന്ന്, ഈ പെട്രോൾ ഉപഭോക്താക്കൾക്ക് തെരഞ്ഞെടുക്കാനുള്ള അവസരം നൽകണം. രണ്ടാമതായി E20 പെട്രോളിന്റെ വില നിയന്ത്രിക്കണം, അവ കുറയ്ക്കണം എന്നൊരു ആവശ്യം കൂടി ഈ പെറ്റീഷനിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ഓരോ ആളുടെ പേരിലുള്ള പെറ്റീഷനുകൾ ഒന്നാകെ ശേഖരിച്ചുകൊണ്ട് അവയുമായി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുകയായിരുന്നു ആം ആദ്മി ഓഫീസിൽ നിന്നും തുടങ്ങിയ മാർച്ച് ഇവിടെ ഫിറോസ് ഷാ റോഡിൽ വെച്ച് പോലീസ് തടയുകയായിരുന്നു. അജിംസ്.